ഓം വരാഹി ദേവിയേ നമഃ. സർവരുഹ റോഹവരാഹ സർവകഷ്ട വിദ്വേഷണാം. ഇന്ന് 23/7/2026 വ്യാഴാഴ്ച, ആഷാഢ നവരാത്രി 9-ാം നാള്. ഇന്നത്തെ അമ്മയുടെ കോലം എന്താച്ചാല് മഹാവരാഹി സ്വരൂപം. എല്ലാത്തെയും കയ്യിൽ പിടിച്ചിരിക്കും. കേട്ടതും കേൾക്കാത്തതും മനസ്സിൽ കരുതിയതും മനസ്സിൽ കരുതാത്തതും എല്ലാം ഇന്ന പിടിച്ചോ എന്നുള്ള രീതിക്ക് തരാനിരിക്കുന്ന അമ്മയുടെ രൂപം. നിങ്ങൾ തീർച്ചയായും അമ്മയുടെ ശരിയായ ഭക്തരെന്ന് അമ്മ മനസ്സിലാക്കി. അപ്പോൾ പിന്നെ അമ്മ നിങ്ങൾ വെറുതെ വിടുമോ? എന്റെ കുട്ടി, ഞാൻ എങ്ങനെ നിന്നെ ചുമ്മാ വിടും? എന്നാ പിടിച്ചോ, നീ വെച്ചോളൂ, നിന്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ഞാൻ നിനക്ക് നിറവേറ്റി തന്നിരിക്കുന്നു. അങ്ങനെ അമ്മ നിങ്ങൾക്ക് തൂക്കി തട്ടിത്തരും. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്നോ അത് അമ്മയോട് പറഞ്ഞാൽ മാത്രം മതി. 8 നാൾ വന്നിട്ട് അമ്മയുടെ അനുഗ്രഹം കിട്ടാനായിട്ട്. ഈ 8 നാൾ കൊണ്ട് അമ്മയുടെ അനുഗ്രഹം കിട്ടി. ഇനി ഈ 9-ാമത്തെ നാള് അമ്മ തരുന്നത് വാങ്ങിക്കാനുള്ള ദിവസം. അമ്മ നിങ്ങളെ എടുത്ത് മടിയിലേ ഇരുത്തിക്കോളും. 8 കോലങ്ങളിലും അമ്പാള് ലക്ഷ്മിയായിരുന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ വേണ്ടുതൽ നിറവേറ്റി തരും. അവസാനം ഇരിക്കുന്ന ലക്ഷ്മിയാണ് നമ്മുടെ വാരാഹിയമ്മൻ. ഞാൻ ഇരിക്കുന്നു, ഞാനുണ്ട്, എൻ്റെ കൈ നീ കോർത്തോളൂ. ഇതാണ് അമ്മയുടെ ഇന്നത്തെ അജണ്ട. ഇന്ന് അമ്പാൾക്ക് നിങ്ങൾ 9 വിധமான പൂക്കൾ കൊണ്ട് അലങ്കാരം ചെയ്തോളുക. അമ്മയ്ക്ക് കഴിക്കാനായിട്ട് വെറൈറ്റി റൈസ് വെച്ചോളൂ. അതുപോലെ അമ്മയ്ക്ക് കുടിക്കാനായിട്ട് പാനകമോ പാലോ എന്താച്ചാല് നിങ്ങൾക്ക് സൗകര്യമുള്ളത് വെച്ചോളുക. ഇനി വന്നോളൂ, നമുക്ക് ഇന്നത്തെ പതിവിലേക്ക് പോകാം. ഈ പതിവ് വന്നിട്ട് നിറയെ സഹോദരിമാര് എന്നോട് ചോദിച്ചത്, റൂൾസ് ഇല്ലാതെ, അതായത് യാതൊരു കെട്ടുപാടും ഇല്ലാതെ എൻ്റെ വീട്ടിൽ വന്നിട്ട് നോൺ വെജ് ഇല്ലാതെ ഞങ്ങൾ ഒരു ദിവസം പോലും മുന്നോട്ട് പോയില്ല സിസ്റ്റർ. തീർച്ചയായിട്ടും വീട്ടിലുള്ളവർക്കെങ്കിലും അത് ചെയ്തു കൊടുക്കണം. അതുപോലെ പീരീഡ്സ് ടൈം ആയിരിക്കുന്നു, എന്നാലും ചെയ്യണമെന്ന് ആഗ്രഹവും ഉണ്ട് മനസ്സിൽ. അങ്ങനെ ചോദിച്ചിട്ട് ഒത്തിരി സിസ്റ്റേഴ്സ് മെസ്സേജ് അയച്ചിരുന്നു. സാരമില്ല, ഈ പറയുന്ന വഴിമുറ ഏത് സിറ്റുവേഷനിൽ ഇരുന്നാലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ മുറയ്ക്ക് വന്നിട്ട് ഒരു ചില പൊരുൾകൾ തേവപ്പെടുത്. ഈ ഒരു ചില പൊരുൾകൾ നിങ്ങൾ വാങ്ങി വെച്ചിട്ട് ഞാൻ പറയുന്ന ഈ ഒരു ശക്തിയാർന്ന മന്ത്രം നിങ്ങൾ അതിന്റെ കൂടെ യൂസ് ചെയ്താൽ മതി. അതിലൂടെ നിങ്ങൾ എന്തിനു വേണ്ടി ഇതിന് ചെയ്യുന്നുവോ ആ പവർ വന്നിട്ട് നല്ല പടിയായിട്ട് വർക്കൗട്ടായി അത് നിങ്ങൾക്ക് ഫലത്തിൽ പറ്റും. ശരിയാ? നമുക്ക് തേവയാന പൊരുൾ വന്നിട്ട് നിങ്ങൾ ഒറ്റപ്പടിയിൽ, അതായത് ഓഡ് നമ്പേഴ്സിൽ എത്ര ദിവസമാണ് ചെയ്യുന്നതെന്നും ആദ്യം മനസ്സിലൊരു കാൽക്കുലേഷൻ കൊടുക്കുക. ഇപ്പൊ ഒരു ദിവസം ആണെങ്കിൽ 1 മതി, അല്ല 3, 5, 7, 9, 11 വേണ്ട, 13 കണക്കിന് നിങ്ങൾ ഓഡ് നമ്പേഴ്സിൽ ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്തെടുത്തോളുക. വേണ്ടിയ പൊരുൾകള് വെറ്റില കൂടെ വിരളി മഞ്ഞൾ. ശരിയാ? ഈ 2 പൊരുൾകളാണ് നമുക്ക് വേണ്ടിയത്. 3 ദിവസമാണെങ്കിൽ 3 വെറ്റില 3 വിരളി മഞ്ഞൾ. ഇപ്പൊ നിങ്ങൾ ഇന്ന് ചെയ്യുമ്പോൾ 1 വെറ്റിലയും 1 വിരളി മഞ്ഞളും മതി. ശരിയാ? ഇപ്പൊ കണ്ടിന്യൂസ്ലി ചെയ്തു പോകുന്നവർക്ക് അതനുസരിച്ച് എടുത്തോളൂ. വെറ്റില വന്നിട്ട് കാമ്പോടെ ഇരുന്നാലും പ്രോബ്ലം ഇല്ല. ഇനി ഈ സ്ക്രീനിൽ കാണിക്കുന്ന മന്ത്രം നിങ്ങൾ നന്നായിട്ട് ബൈഹാർട്ട് ചെയ്തോളുക. നോക്കൂ. ശ്രീ വാഹി ബറുഹാംബിക രിരി രിരി. ശ്രീ വാഹി ബറുഹാംബിക രിരി രിരി. ശ്രീ വാഹി ബറുഹാംബിക രിരി രിരി. ഇത് വന്നിട്ട് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള അമ്മനോടെ മന്ത്രം. ശ്രീ വാഹി ബറുഹാംബിക രിരി രിരി. കാര്യസിദ്ധി തരക്കൂടിയ പവർ ഇരിക്കുന്നത്. ഒരേ ഒരു തടവിലെ നിങ്ങൾക്ക് സിദ്ധി കിട്ടും. അത്രയ്ക്കും പവർ ഇരിക്കുന്നുണ്ട് ഈ മന്ത്രത്തിന്. ഈ മന്ത്രം ചൊല്ലിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണച്ചാല് നിങ്ങളുടെ ആവശ്യം വന്നിട്ട് ഈ വെറ്റിലയിലും വിരളി മഞ്ഞളിലും എഴുതണം. ഏതെങ്കിലും ഒരു കളർ പേന എടുത്തോളുക, ബ്ലാക്ക് മാത്രം വേണ്ട. നിങ്ങൾ എന്താ ചെയ്യേണ്ട വെച്ചാൽ, ഇപ്പൊ വെറ്റില എടുത്തല്ലോ, വെറ്റിലയില് നിങ്ങളുടെ വേണ്ടുതല് എഴുതിക്കൊള്ളുക. ആവശ്യം, ഇപ്പൊ പണം വേണം, ജോലി വേണം, എത്ര പ്രശ്നം നിങ്ങൾക്ക് ഇരിക്കുന്നുവോ അതെല്ലാം നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ശരിയാ? 5 ലക്ഷം രൂപ പണം വേണം, അടുത്ത ആഴ്ചക്കുള്ളിൽ എനിക്കൊരു ജോലി കിട്ടണം, എനിക്ക് ഇഷ്ടപ്പെട്ട ഇടത്തിലേക്ക് എനിക്ക് ട്രാൻസ്ഫർ കിട്ടണം. ഇങ്ങനെ എന്തെല്ലാം വിഷയം നിങ്ങൾക്ക് ഇരിക്കുന്നുവോ അതെല്ലാം നിങ്ങൾ ഈ വെറ്റിലയിൽ പേന കൊണ്ട് എഴുതിക്കൊള്ളുക. ദെൻ വിരളി മഞ്ഞൾ ഇരിക്കുമില്ലേ, ഇതിൽ വന്നിട്ട് മുഖ്യമായിട്ട് നിങ്ങൾക്ക് ആദ്യം നടക്കേണ്ടത്, നിങ്ങൾ അത്യാവശ്യത്തിലിരിക്കുന്ന കാര്യം മാത്രം എഴുതുക. എഴുതിയല്ലോ, ഇത് 2ലും എഴുതിയിട്ട് ഈ വെറ്റിലേക്കുള്ളിലായിട്ട് ഈ വിരളി മഞ്ഞളിനെ വെച്ചിട്ട് അങ്ങനെ ചുറ്റുക. ചുറ്റിയതിന് ശേഷം ഒരു നൂല് വെച്ച് ഈ വെറ്റില കെട്ടിവെക്കുക.
നൂലില്ലെങ്കിൽ റബ്ബർ ബാൻഡ് ആയാലും പോതും, ഒന്നും പ്രശ്നമില്ല. ഈ ചുറ്റി വെച്ചിരിക്കുന്ന വെറ്റില എടുത്ത് വീട്ടിൽ ഷെൽഫിലോ ഇല്ലെങ്കിൽ പൂജയറയിലോ വെച്ചോളുക. ഇപ്പൊ പീരീഡ്സ് അല്ലാത്തവരോ ആണെങ്കിൽ നിങ്ങൾ പൂജയറയിൽ വെച്ചോളൂ. ഇല്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളവരാണെങ്കിൽ ഇതിന് യാതൊരു കെട്ടുപാടുകളും ഇല്ലാത്തതിനാല് നിങ്ങൾക്ക് ഷെൽഫിലോ നിങ്ങൾക്ക് എവിടെയാ കംഫർട്ടബിൾ ആയിരിക്കുന്ന ഇടം അവിടെ നിങ്ങൾ ഇത് വെച്ചോളുക. എന്നതിന് ശേഷം ഈ മന്ത്രത്തെ നിങ്ങൾ 108 മുറ ചൊല്ലിക്കോളുക. ശ്രീ വാഹി വറുഹാംബിക രിരി രിരി. ഈ മന്ത്രം വന്നിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും 108 തവണ ചൊല്ലണം. വഴിപാട് ചെയ്ത് തീർക്കുന്നതിന് മുന്നേയായിട്ട് നിങ്ങൾ ചൊല്ലിയാൽ മതി. എല്ലാം കെട്ടി നിങ്ങളുടെ ബ്യൂറോയിലൊക്കെ വെച്ചിട്ട് അവിടെ ഇരുന്നും നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. എവിടെ ഇരിക്കണമെന്നും അങ്ങനെ ഒന്നുമില്ല. നിങ്ങളുടെ ഓഫീസിൽ ഇരിക്കുമ്പോൾ കൂടെ നിങ്ങൾക്ക് മന്ത്രം ചൊല്ലാവുന്നതാണ്, ഒന്നും പ്രശ്നമില്ല. ടൈം ചോദിച്ചാല് രാത്രി നേരം ചെയ്യുന്നതാണ് ഒത്തിരി നല്ലത്. കാരണം വരാഹി അമ്മൻ രാത്രി ദേവതയാണ്. സോ രാത്രി ചെയ്യുന്നതാണ് ഒത്തിരി നല്ലത്. ശരിയാ? അതല്ല പറ്റാത്തവർ നിങ്ങളുടെ ടൈം നോക്കി ചെയ്തോളുക. ഇങ്ങനെ നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേന് അത് വന്നിട്ട് നിങ്ങൾ എത്ര നാള് ചെയ്യുന്നുവോ അത്ര നാളും ഓരോ പുതിയ വെറ്റില എടുത്തോളുക. എന്നിട്ട് പ്രൊസീജിയർ ചെയ്ത് കെട്ടിവെച്ചോളുക. അപ്പോൾ നിങ്ങളിപ്പോ ഒരു ദിവസം ആണെങ്കിൽ ആ ഒരു ദിവസത്തെ പിറ്റേ ദിവസം എടുത്തോളുക. അല്ല മീൻസ് അത് എന്താ ചെയ്യേണ്ടതെന്ന് പറയുകയാണ്. ഇപ്പൊ 3 ദിവസമാണെങ്കിൽ 4ാമത്തെ ദിവസം, അങ്ങനെ നിങ്ങൾ എത്ര ദിവസമാണോ ചെയ്യുന്നത് അതിന്റെ അടുത്ത ദിവസം ഈ കെട്ടി വെച്ചിരിക്കുന്ന വെറ്റില എടുത്തിട്ട് വെറ്റില വന്നിട്ട് നിങ്ങൾ സാമ്പ്രാണി പുക പോടുമില്ലേ അതിന് യൂസ് ചെയ്യാം. അത് നന്നായിട്ട് ഉണക്കിയെടുത്ത് വേണം അതിലേക്ക് ഇടാനായിട്ട്. വിരൽ മഞ്ഞൾ വന്നിട്ട് നിങ്ങൾ ഇടിച്ച് പൊടിച്ച് തേച്ച് കുളിക്കാം. വീട്ടില് സமைയലിന് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ശരിയാ? മറന്നു പോകരുത്. ഇപ്പൊ ഒരു ദിവസമാണ് ചെയ്യുന്നവരാണെങ്കിൽ 2ാമത്തെ ദിവസം നിങ്ങൾക്ക് ഇത് അത് എടുത്ത് ചെയ്തോളൂ. അതുപോലെ ഓരോ നമ്പേഴ്സിൽ ഒരു 13 ദിവസം ചെയ്യുന്നവരാണെങ്കിൽ 14ാമത്തെ ദിവസം ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് 14ാമത്തെ ദിവസമേ എടുത്ത് ചെയ്യാൻ പാടുള്ളൂ. ദെൻ ഇപ്പോ ഡെയിലി എവിടെ വെക്കണമെന്ന് ചോദിച്ചാല് ഒരേ ഇടത്തിൽ തന്നെ വെച്ചോളൂ, ഒന്നും പ്രശ്നമില്ല. അല്ല നിങ്ങൾക്ക് മാറ്റി വേറെ ഇടത്തിൽ വെക്കണമെങ്കിലും വെക്കാവുന്നതാണ്. എന്നിട്ട് ഇതെല്ലാം ചേർത്ത് ഒന്നിച്ച് എടുത്ത് വേണം നിങ്ങളിത് ഡിസ്പോസ് ചെയ്യാനായിട്ട്. ഇത് നിങ്ങൾ ഓർത്ത് വെച്ചോളുക. ഇതേ ഉള്ളൂ. ഒത്തിരി സിമ്പിളായ എളിമയായ ഒരു വഴിപാട് മുറ. ഇത് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കിക്കൊള്ളുക. കാരണം ഈ മന്ത്രത്തിന് വന്നിട്ട് കാര്യസിദ്ധി പെട്ടെന്ന് തരാനുള്ള ഒരു കഴിവിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ. നമ്മുടെ ഉഴപ്പും നമ്മളും ഇങ്ങനെയുള്ള വഴിപാട് മുറകളും കൂടെ ചെയ്തു വരുമ്പോൾ തീർച്ചയായിട്ടും അമ്മൻ നമ്മളിൽ പ്രസാദിച്ച് നമുക്ക് വേണ്ടിയത് എന്താണോ അത് നമുക്ക് നമ്മുടെ കൈക്കുള്ളിൽ കൊണ്ടുതന്ന് തരും വരാഹിയമ്മൻ. ഇനി വേറൊന്ന്, ചേനക്കിഴങ്ങ് വെച്ചിട്ട് ഒരു ദീപം വെക്കാൻ ഞാൻ പറഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോ ആ ചേനക്കിഴങ്ങ് കിട്ടാത്തവര് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ നിങ്ങൾ അതില് മധുരക്കിഴങ്ങില്ലയാ, സ്വീറ്റ് പൊട്ടറ്റോ പകരമായിട്ട് യൂസ് ചെയ്യാം. അത് മാത്രമല്ല കൂർക്ക എന്ന് പറയുന്ന ഒരു കിഴങ്ങുണ്ടല്ലോ, കൂർക്ക കിഴങ്ങ് നിങ്ങൾക്ക് അതിനായിട്ട് യൂസ് ചെയ്യാം. ഇതെല്ലാം വന്നിട്ട് സൂപ്പർ മാർക്കറ്റിൽ സുലഭമായി കിട്ടുന്നത്. ശരിയാ? ഇന്നത്തെ പതിവ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. പതിവ് പിടിച്ചിരുന്നാൽ ഒരു ലൈക്ക് തരണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ചോദിച്ചോളൂ. വീഡിയോ വന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. മാത്രമല്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നു ചേരുകയുള്ളൂ. പക്കത്തുള്ള ഹൈപ്പ് എന്ന ബട്ടൺ കൂടെ ഒന്ന് അമർത്തിയേക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.